വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ച് ചോദിച്ചിട്ടും മാധ്യമപ്രവർത്തകർ തുടരെ ചോദിച്ചിട്ടും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫയൽ രൂപപ്പെട്ടത്, എങ്ങനെയാണ് ഈ ചട്ടം ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുത്തത്, ഉയർത്തിക്കാണിക്കാൻ ഒരു പരാതിയെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പറയുന്നത് ഇന്നലെ റവന്യൂ മന്ത്രി അക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരക്ഷരം പോലും എനിക്ക് പറയാനില്ല എന്നാണ്. ഇന്നലെ റവന്യൂ മന്ത്രി എന്താണ് പറഞ്ഞത്? സതുദ്ദേശപരമായ തീരുമാനമാണ്. വലിയ കള്ളത്തരം പുറത്തു വന്നപ്പോൾ അത് സതുദ്ദേശപരമാണെന്ന് മാത്രം പറഞ്ഞ് എങ്ങനെയാണ് രക്ഷപ്പെടാനാവുക? അതവിടെ നിൽക്കട്ടെ. പക്ഷെ കെ മാണിയെ ഇതിൽ കുടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെ 10:20 ഞങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെൻ്റ് വന്നത്. താങ്കൾ പണ്ട് കെ മാണിക്കെതിരെ ബാർ കുംഭകോണ വിഷയത്തിൽ ഒരു പരാതി എഴുതി കൊടുത്തിരുന്നല്ലോ. സുകേശനുമായി റിപ്പോർട്ടർ ചാനൽ ഒത്തുകളിച്ചിട്ടാണ് പല രേഖകളും പുറത്തു വരുന്നത് എന്ന്. ഇങ്ങനെ ഒരു രേഖയും ഞങ്ങളാണ് ഇന്ന് രാവിലെ 10:20 പുറത്തുവിട്ടത്. അതിൻ്റെ പിന്നിൽ ആരാണ് എന്നാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി താങ്കൾ അനുമാനിക്കുന്നത്? അത് സ്വാഭാവികമായും അങ്ങേക്ക് അന്വേഷിക്കാമല്ലോ. ഒളിക്യാമറ പിന്നെ ദൃശ്യങ്ങളടക്കമുള്ളത് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം നടത്തുന്ന താങ്കളും താങ്കളുടെ ടിവിയും അല്ലെങ്കിൽ താങ്കൾക്ക് പണ്ട് അനുമാനം ഉണ്ടായിരുന്നു. വിജിലൻസുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരുമ്പോൾ ശ്രീ ജോസഫ് എം പുതുശ്ശേരി താങ്കൾക്ക് ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ അനുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനുമാനങ്ങളില്ലേ? ഇവിടെ പ്രധാന കുറ്റവാളി ഉമ്മൻചാണ്ടിയും അടൂർ പ്രകാശുമാണ് എന്ന നിലയിൽ വാർത്തകൾ വരുമ്പോൾ പെട്ടെന്ന് കെ മാണിയെ ആ ചക്രത്തിനുള്ളിൽ പെടുത്താൻ ആര് ശ്രമിക്കുന്നു? അല്ല പിന്നെ നികേഷ്, ഇതിനൊന്നും അത്തരം വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകണ്ട. ഇതിന്റെ പിന്നിൽ ഒരു കുസൃതിയുണ്ട്. ആ കുസൃതി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. കാരണം സ്വാഭാവികമായി ഇങ്ങനെ ഒരു നിയമഭേദഗതി ഇടുക്കിയിൽ മാത്രം 50,000 മുതൽ 70,000 വരെ കൈവശ ഭൂമിക്ക് പട്ടയം കിട്ടും. പോരാത്തതിന് ഇന്നലെ കയ്യേറിയതും 2005 മുൻപാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയും. അത് മാത്രമല്ല, കയ്യേറ്റം പിന്നീട് സാധൂകരിക്കപ്പെടും എന്നതിനാൽ ഏത് കാലഘട്ടത്തിലും കയ്യേറ്റം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു തീരുമാനം വരുന്നത് ഒരു കുസൃതിയാണോ? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ലല്ലോ. ആ തീരുമാനം പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. കേരളത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അത് പിൻവലിച്ചു എന്ന് പറയുന്നത് ആ തെറ്റിൽ നിന്ന് ആ തീരുമാനം എടുത്തവരെ മോചിപ്പിക്കുന്നുണ്ടോ? ശ്രീ ജോസഫ് എം പുതുശ്ശേരി, താങ്കളല്ല അതിന് ഉത്തരം പറയേണ്ടത്. ശ്രീ അജയ് തറയിൽ, നാണമില്ലേ? കേരളത്തെ ആകെ പറ്റിക്കാൻ നോക്കിയിട്ട് പിടിക്കപ്പെട്ടപ്പോ ഞങ്ങളത് ഒറ്റ യാത്ര കൊണ്ട് പിൻവലിച്ചില്ലേ എന്ന് പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നികേഷ് ഇപ്പൊ ഞാൻ പറയാതെ നികേഷ് തന്നെ പറഞ്ഞോണ്ടിരുന്നല്ലോ. അജയ് തറയിലാണല്ലോ KPCCയുടെ വക്താവ്. KPCC പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, UDF പറഞ്ഞിട്ടില്ല, മന്ത്രിസഭ പറഞ്ഞിട്ടില്ല, നിയമസഭ പറഞ്ഞിട്ടില്ല. നികേഷിന് ബാർക്കോഴ മുതൽ നിങ്ങളുടെ കള്ളത്തരം, നിങ്ങളുടെ അഴിമതി അത് പൊളിച്ചടുക്കുക എന്നുള്ള അജണ്ട എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അഭിമാനമേ ഉള്ളത്. ഇതെന്തൊരു കള്ളത്തരമാണ്, ഇതെന്തൊരു കള്ളത്തരമാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി. താങ്കൾ പറയും ഒരു കർഷക പാർട്ടിയുടെ നേതാവ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി. ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് എല്ലാ ഭൂമിയും ഒറ്റ രാത്രി കൊണ്ട് കൊള്ള ചെയ്യാനുള്ള ഒരു തീരുമാനമിറക്കിയിട്ട് എനിക്ക് അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഞങ്ങൾ നിന്ന് തരണം എന്നാണ് നികേഷ് വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല എന്ന് വിനയപൂർവ്വം. രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് അഴിമതിയെയും കൊള്ളയെയും എതിർക്കുക എന്നുള്ളത്. എന്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി. ഇത്രയും വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കണം എന്നാണോ പറയുന്നത്? ഒരു ഉത്തരവിലൂടെ, ഒരു ഭേദഗതിയിലൂടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ അവിടെ കുറെ ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്, അതെല്ലാം സർക്കാരിൻ്റെതാണ്, എന്നാൽ അടിച്ചു മാറ്റിക്കളയാമെന്ന് പറഞ്ഞ ഒരു ഭേദഗതി കൊണ്ടുവരിക. എന്നിട്ട് മാധ്യമങ്ങൾ അത് പുറത്തു വിടുമ്പോൾ പറയാം എന്നാൽ പിന്നെ ഞങ്ങളത് പിൻവലിച്ചോളാം, ഇതോടെ പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ഗവൺമെന്റാണ് ഈ നാട്ടിൽ. ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് ഞങ്ങൾ എത്രയോ തവണ വ്യക്തമാക്കി. അനുകൂലിക്കുന്നില്ല, ഞങ്ങളുടെ പുറത്തോട്ട് കയറുന്നത് അതാണ് പറഞ്ഞ ആ അജണ്ട ഞങ്ങളുടെ മേൽ ചേർത്തണ്ട. അത് പിന്നെ ആരുടെ അജണ്ടയാണെന്ന് തുറന്നു പറയാനുള്ള നട്ടല് ജോസഫ് എം പുതുശ്ശേരിക്കുണ്ടോ?
അത് പിന്നെ ആരുടെ അജണ്ടയാണെന്ന് പറയാനുള്ള നട്ടല് ജോസഫ് എം പുതുശ്ശേരിക്കുണ്ടെങ്കിൽ ഇപ്പൊ പറയും. നികേഷിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. വേണ്ട, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. നാളെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിക്ക് മുഴുവനായി ഞാൻ കേരളത്തിൽ സുതാര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ്. എന്നെ ആളുകൾ വിലയിരുത്തിക്കോളും. ശരി, ഇനി അജയ് തറയിൽ പറയും. അജയ് തറയിൽ നാണമുണ്ടോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ഇന്ന് 10 ചോദ്യങ്ങൾ വന്നു. 10 ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത്. എന്ത് ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഭേദഗതി ഉണ്ടായത്? ആരാണ് ഇതിന്റെ പിന്നിലെ ഗുണഭോക്താക്കൾ? ഈ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടി നൽകേണ്ടേ? നാണവും മാനവും ഉളുപ്പും ഇപ്പോഴെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടിക്കും ഈ ഗവൺമെന്റിനും ഉണ്ട് എങ്കിൽ. ഉമ്മൻചാണ്ടി തൻ്റെ സ്വന്തം ആഫീസിൽ 24 ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, 2 ആഴ്ച മാത്രം കാലാവധിയുള്ള ഒരു ക്യാമറ. അതാണോ സുതാര്യത? ഈ പറയുന്ന കേരളത്തിലെ വനഭൂമി, റവന്യൂ ഭൂമി കൊള്ളയടിക്കുന്ന നിങ്ങളാണോ യഥാർത്ഥത്തിൽ ഈ സുതാര്യതയെക്കുറിച്ച് പറയുന്നത്? നികേഷേ, നിങ്ങൾ നിഴലിനോടാണ് യുദ്ധം ചെയ്തത്. ഇവിടെ ഈ ഗവൺമെന്റ് ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി കേരളത്തിലെ റവന്യൂ ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പിൻവലിച്ചു. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയത്തിനകത്തുണ്ട് 1971 ഇങ്ങനെ ഒരു ഫയൽ രൂപപ്പെട്ടത് എങ്ങനെ എന്ന് പറയാനുള്ള ഒരു ഇച്ഛാശക്തി അങ്ങെങ്കിലും കാണിക്കണം ശ്രീ അജയ് തറയിൽ. അല്ലെങ്കിൽ കേരളത്തിൽ ഈ നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ രൂപപ്പെട്ടത് എങ്ങനെയെന്ന് പറയണം മുഖ്യമന്ത്രിയോട്. അതാണ് ഞാൻ പറഞ്ഞത്. ആവർത്തിച്ച് ചോദിക്കുകയാണ് ഇന്ന് വാർത്താലേഖകർ. മുഖ്യമന്ത്രി എല്ലാവരെയും രക്ഷപ്പെടുകയാണ്. രൂപപ്പെട്ട ഒരു ഫയൽ നികേഷ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നികേഷ് വികാരപരമായി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഒരു നിയമം കൊണ്ടുവന്നു, ആ നിയമം തിരുത്തി, അത് പിൻവലിച്ചു. അത് പിൻവലിക്കാൻ നിങ്ങൾ ആരുമല്ലല്ലോ ഇറങ്ങിയത്, കോൺഗ്രസ് പാർട്ടിയല്ലേ, KPCC പ്രസിഡന്റ്. മാധ്യമപ്രവർത്തകർ ഇത് പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായത്. ഇത് പ്രതിപക്ഷം പുറത്തേക്ക് കൊണ്ടുവന്നതല്ല. നിങ്ങൾ